ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ആരാധിക രണ്ടാം ഭാഗം. കാലത്തിനപ്പുറം ഒരു പുനർജന്മ പ്രണയകഥ. ഭാഗം 8. ദക്ഷ കണ്ണാടിക്ക് മുന്നിൽ അവളെ തന്നെ നോക്കി നിന്നു. നനഞ്ഞു കുതിർന്ന അവളുടെ ശരീരത്തിലൂടെ അവൻ തട്ടിയെറിഞ്ഞ സിന്ദൂരം ചാലിട്ടൊഴുകുന്നത് നിറഞ്ഞ മിഴികളിലൂടെ അവൾ അവ്യക്തമായി കണ്ടു. ഓർമ്മ വെച്ച നാൾ മുതൽ തന്റേതെന്ന് കേട്ടു വളർന്നവൻ. പക്ഷേ ഇന്നോളം തോന്നിയിട്ടില്ലാത്ത ഒരു വേദന എന്തിനെന്നറിയാതെ അവളെ കുത്തി നോവിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണിത്? നെഞ്ചിലൊരു ഭാരം തിങ്ങിയതുപോലെ. മഹാദേവന്റെ അവഗണന താങ്ങാൻ സതീദേവിക്കാവില്ലെന്ന് അവൾ മനസ്സിലാക്കാൻ തുടങ്ങുകയായിരുന്നു. ദക്ഷ, അവൾ തിരിഞ്ഞു നോക്കി. തന്നെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന ജാനുവമ്മയുടെ തോളിലേക്ക് വീണ് അവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ ജാനുവമ്മയിൽ അതിശയം തിങ്ങിയ വിഷമമുണ്ടാക്കി. എന്തിനേയും ധൈര്യമായി വെല്ലുവിളിക്കുന്ന ഈ കുട്ടിക്ക് ഇത് എന്തു പറ്റി? എന്താ കുട്ടി ഇത്? എന്തിനാ ഇങ്ങനെ കരയണേ? ഒക്കെ ശരിയാവും, എന്റെ കുട്ടി സങ്കടപ്പെടണ്ട. അവർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവരുടെ ആശ്വാസ വാക്കുകളൊന്നും എന്നത്തെയും പോലെ ഇന്ന് അവളുടെ ചെവികളിൽ എത്തിയില്ല. ഈ ജന്മത്തിൽ ദാക്ഷായണിയെങ്കിലും അവളിലെ അവൾ അറിയാത്ത ആവണിയെ അവന്റെ സാമീപ്യം പതിയെ തൊട്ടുണർത്തുകയായിരുന്നു. എന്തുകൊണ്ടാണ് ആദിയേട്ടന്റെ മുന്നിൽ താൻ ഇങ്ങനെ തളർന്നു പോകുന്നത്? മറ്റാരോ തന്നെ നിയന്ത്രിക്കും പോലെ, അല്ലെങ്കിൽ താൻ മറ്റൊരാളായി മാറുന്നത് പോലെ. വീട്ടിലേക്കുള്ള യാത്രയിൽ ഫിലിപ്പ് മൗനം പാലിച്ചു. അവന്റെ മനസ്സിൽ അവളായിരുന്നു, നീന. എന്തോ അവളുടെ മുഖം അവന്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. ഇന്നോളം ഒരു പെൺകുട്ടിയും തന്നെ സ്വാധീനിച്ചിട്ടില്ല. പക്ഷെ ഇവൾ ഒരുപാട് കാത്തിരുന്നു തന്റെ അരികിലേക്ക് എത്തിയതുപോലെ. എന്താണ് തന്റെ മനസ്സിന് സംഭവിക്കുന്നത്? അവളുടെ നിറഞ്ഞ നയനങ്ങൾ അവന്റെ മനക്കണ്ണിൽ തെളിഞ്ഞു. ഇന്നോളം നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായി തന്നെ കുത്തി നോവിക്കുന്നത് ആ മിഴികളാണെന്ന് അവന് തോന്നി. ഓരോന്ന് ചിന്തിച്ചിരുന്ന അവൻ വീടെത്തിയത് അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായ ജക്കു അവനെ തട്ടി വിളിച്ചു. പീലിക്കുഞ്ഞെ, വീടെത്തി. ആ. അവൻ പുറത്തേക്ക് ഇറങ്ങും മുന്നേ അമ്മച്ചിയും ജെസ്സിയും ഓടിയെത്തി. അമ്മച്ചി അവനെ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ മുകർന്നു. വായിച്ചായ. ജെസ്സി അവനെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഡാ തെമ്മാടി. അപ്പന്റെ വിളി കേട്ട് അവൻ ഒരു മങ്ങിയ ചിരിയോടെ തിരിഞ്ഞു നോക്കി. അപ്പനൊരു വിഷമോ ഇല്ലേ? എന്തിന്? നിനക്ക് ഓർമ്മയുണ്ടോടാ, നീ സെമിനാരിയിൽ ചേരണമെന്ന് പറഞ്ഞപ്പോ ഈ അപ്പന് സങ്കടമായിരുന്നു, നിന്നെ പിരിയണമല്ലോ എന്നോർത്ത്. എന്നിട്ടും നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് കരുതിയാ അപ്പൻ സമ്മതിച്ചേ. ഇന്ന് നീ അപ്പന്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോ എനിക്ക് സന്തോഷമല്ലാതെ എന്നതാടാവേ. അവൻ അപ്പനൊരു മങ്ങിയ പുഞ്ചിരി സമ്മാനിച്ചു. ചെല്ലടാ, ചെന്നൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഇന്ന് എന്നതാടി സ്പെഷ്യല്? വിൻസെന്റ് റോസമ്മയോട് ചോദിച്ചു. എല്ലാം ഉണ്ട്, എന്റെ കുഞ്ഞിങ് വന്നതല്ലേ, എല്ലാം ഉണ്ട്. ഫിലിപ്പ് തന്റെ മുറിയിലേക്ക് ചെന്നു. എല്ലാം അവന്റെ ഇഷ്ടത്തിന് അമ്മച്ചി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ ബെഡിലിരുന്നു ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. സത്യത്തിൽ താൻ ഭാഗ്യം ചെയ്തവനാണ്. ഈ അപ്പന്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിൽ ഒരേ സമയം അവന് സന്തോഷവും അഭിമാനവും തോന്നി. വെളുക്കാറായപ്പോഴാണ് അവൻ ഒന്ന് മയങ്ങിയത്. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ വൈകി. അല്ലെങ്കിൽ തന്നെ ഇനി എന്ത് ചിട്ട, തോന്നും പോലെ ആവാം. അവൻ താഴത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും അവനെ കാത്തിരിപ്പുണ്ട്. അതുകണ്ട് അവന് ചെറിയൊരു ചമ്മൽ തോന്നി. ഇന്നോളം എല്ലാവർക്കും അവനൊരു മാതൃകയായിരുന്നു. അത് മനസ്സിലാക്കി ഫിന്നി പറഞ്ഞു, പീലിച്ചായോ, ഈ സ്വാതന്ത്ര്യം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? വേണം, ആഘോഷിക്കണം. അതിനു മുൻപ് എനിക്ക് ഇച്ചിരി പണിയുണ്ട്. എന്നാ പണിയാന്നേ? എന്നതായാലും ഞാനും കൂടാ. വേണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്ക് തീർക്കേണ്ട പണിയാ. അത്രയും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. വിൻസെന്റിന്റെ മകനല്ലേ, ചിലത് ചോദിക്കാനുണ്ട്, ചിലത് തീർപ്പ് കൽപ്പിക്കാനും. എല്ലാവരുടെയും പരസ്പര നോട്ടത്തിൽ ഒരു ഭീതി ഒളിച്ചു കിടന്നു. ആ ഭീതി വിൻസെന്റിന്റെ മനസ്സിൽ പടർന്ന് പന്തലിച്ചു, ഒരു വടവൃക്ഷമാകാൻ തുടങ്ങി. മുറ്റത്തൊരു ജീപ്പ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോഴേ അത് ഫിലിപ്പാണെന്ന് ശങ്കരേട്ടൻ തിരിച്ചറിഞ്ഞു. വേഗത്തിൽ പുറത്തേക്ക് വന്നു. അവനെ അവിടേക്ക് പ്രതീക്ഷിക്കാത്തതിനാൽ തന്നിലുണ്ടായ ചെറിയ പരിഭ്രമത്തെ സ്വയം അടക്കി വിനയം ഒട്ടും കുറയ്ക്കാതെ വാത്സല്യത്തോടെ അയാൾ പറഞ്ഞു, അകത്തേക്ക് വരൂ. പക്ഷെ അപ്പോൾ അവന്റെ കണ്ണുകളിൽ എരിഞ്ഞ അഗ്നിയുടെ ചൂട് ഏറ്റുവാങ്ങാൻ കഴിയാതെ അയാൾ മിഴികൾ താഴ്ത്തി. ഞാൻ നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ വന്നതല്ല.
അവന്റെ ശബ്ദവും ഭാവവും അയാളിൽ അതിശയവും വാത്സല്യവും ഒരുപോലെ വാരി വിതറി. അറിയാം, എന്തായാലും അകത്തിരുന്ന് സംസാരിക്കാം. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ ഒന്ന് നിർത്തി തുടർന്നു. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? പറയൂ വർക്കിച്ച, അതറിയാനുള്ള അവകാശമെങ്കിലും എനിക്കില്ലേ? അയാൾ ഒന്നും മിണ്ടിയില്ല. അവനിൽ ക്രോധം അതിന്റെ മാക്സിമം ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. കുട്ടി കയറിയിരിക്കൂ, ശങ്കരേട്ടൻ പറഞ്ഞൊപ്പിച്ചു. കോവിലകത്തെ കൊച്ചു തമ്പുരാന്റെ കോപത്തിനു മുന്നിൽ ജോലിക്കാരനായ അയാൾ ഒന്ന് പതറി. ഞാൻ നിങ്ങളുടെ കുട്ടിയല്ല, കോൾ മീ ഫിലിപ്പ്. അത് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. പിറകെ ശങ്കരേട്ടനും. അകത്തേക്ക് കാലെടുത്ത് വെച്ച് അവൻ കണ്ടു തന്നെ പുഞ്ചിരിയോടെ നോക്കുന്ന നീനയെ. തിളച്ചു വന്ന ദേഷ്യം സ്വയം അടക്കാനായി, സ്വയം നിയന്ത്രിക്കാനായി അവൻ അവിടെ കിടന്നൊരു കസേരയെടുത്ത് ഭിത്തിയിലേക്ക് ആഞ്ഞെറിഞ്ഞു. അത് 1000 കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. എല്ലാവരും ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു ഭാവത്തിൽ അവൻ ആദ്യമായി അവതരിക്കുകയായിരുന്നു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് അടിവെച്ചു. നീനയുടെ മുഖത്തെ പരിഭ്രമം കണ്ട അവന്റെ കലി വീണ്ടും വർദ്ധിച്ചു. എന്താ നിന്റെയൊക്കെ ഉദ്ദേശം? നീനയ്ക്ക് നാവ് പൊങ്ങിയില്ല. പറയടി. അവളുടെ മൗനം അവനെ വീണ്ടും ദേഷ്യം പിടിപ്പിച്ചു. അവൾ കാരണം സമൂഹത്തിന് മുന്നിൽ അപമാനിതനായ അപ്പന്റെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. അവന്റെ ഇടത്തെ കൈ ഉയർന്ന് അവളുടെ തലയുടെ പിറകിലായി മുടിക്കെട്ടിൽ മുറുകി. അവന്റെ കരുത്തിന്റെ വേദനയിൽ അവളുടെ മുഖം അല്പം മുകളിലേക്ക് ഉയർന്നു. എങ്കിലും അവൾ ആ വേദന കടിച്ചമർത്തി. അവൻ അവളെ തള്ളി നീക്കി ചുവരോട് ചേർത്ത് വലത് കൈകൊണ്ട് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. അപ്പോഴേക്കും വേദന സഹിക്കവയ്യാതെ അവൾ അവന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. നീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ചുണ്ടുകൾ വിതുമ്പി. എന്ത് ചെയ്യണമെന്നറിയാതെ ശങ്കരേട്ടൻ ഒരു നിമിഷം അന്തിച്ചു നിന്നു. അവന്റെ കത്തുന്ന മിഴികൾ അവളുടെ മുഖത്ത് ഉടക്കിയ നിമിഷം അവൻ അറിയാതെ അവന്റെ കൈ അയഞ്ഞു. എന്തിനോ അവന്റെ നെഞ്ച് വിങ്ങി. അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. വെട്ടിത്തിരിഞ്ഞ് വേഗത്തിൽ പുറത്തേക്കിറങ്ങി. അവൻ ഇറങ്ങിപ്പോകുന്നത് കണ്ട ദക്ഷയുടെ നെഞ്ച് പിടഞ്ഞു. അവൾ അവന്റെ പിറകെ ഓടി. ആദിയേട്ടാ! അവളുടെ വിതുമ്പുന്ന ശബ്ദം അവന്റെ കാതുകളിൽ വീണ നിമിഷം അവനിൽ ഒരു ഞെട്ടലുണ്ടായി. ആദി! അവൻ ശബ്ദമില്ലാതെ പറഞ്ഞു. തിരിഞ്ഞു നോക്കാതെ അവന്റെ ജീപ്പ് ഓടി അകലുമ്പോൾ മിററിലേക്ക് പാളി വീണ അവന്റെ മിഴികൾ കാണുന്നുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് തന്റെ പിറകെ ഓടി മണ്ണിലേക്ക് തളർന്നിരിക്കുന്ന അവൻ ഇനിയും ഓർമ്മിച്ചെടുക്കാത്ത അവന്റെ ആവണിയെ, മഹാദേവന്റെ സതീദേവിയെ, തന്റെ മാത്രം പാർവതിയെ. പക്ഷെ അവന്റെ അബോധ മനസ്സ് തിരിച്ചറിഞ്ഞിരിക്കാം അവളെ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവളുടെ വേദന ഇരട്ടിയായി അവനെ വേദനിപ്പിച്ചത്? അവന്റെ നെഞ്ചിലൊരു നോവായി അവൾ പെയ്തിറങ്ങാൻ തുടങ്ങിയത്. ആരാണ് ദേവൻ? ആരാണ് ആദി? ആരാണ് ഫിലിപ്പ്? കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി അവൻ തന്റെ മുന്നിലെ ശൂന്യതയിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് ജെസ്സി ചെന്ന് വാതിൽ തുറന്നു. ദാവണി ഉടുത്ത സുന്ദരിയായ ഒരു പെൺകുട്ടി. എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ആരെയാ കാണേണ്ടത്? ജെസ്സി പുഞ്ചിരിയോട് ചോദിച്ചു. മിസ്റ്റർ വിൻസെന്റ് ഇല്ലേ? ഒന്ന് കാണണം. അവളുടെ ആ മറുപടി ജെസ്സിക്ക് പിടിച്ചില്ല എന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും ആർക്കും വായിച്ചെടുക്കാമായിരുന്നു. ആരാണെന്ന് പറയണം. നീന. ജെസ്സി ഞെട്ടി. നീന എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായാണ് കാണുന്നത്. അവളുടെ മനസ്സിലുണ്ടായിരുന്ന നീനയുടെ വില്ലത്തിയുടെ വേഷം ഒറ്റ നിമിഷം കൊണ്ട് കത്തിക്കരിഞ്ഞ് ചാരമായി പറന്നു പോകുന്നത് അവൾ അറിഞ്ഞു. ഇത്രയും സുന്ദരിയായിരുന്നു നീന. അവൾ അതിശയത്തോടെ ചിന്തിച്ചു. എന്താ കാര്യം? ഇവൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന ചിന്തയോടെയും ഫിലിപ്പിന്റെ പെങ്ങൾ എന്ന അധികാരത്തോടെയും ജെസ്സി ചോദിച്ചു. അത് അവിടെ പറഞ്ഞോളാം. അവളുടെ മറുപടി ഇഷ്ടപ്പെടാതെ കയറിയിരിക്കൂ എന്ന് പറയാനുള്ള ആദിത്യ മര്യാദ പോലും കാണിക്കാതെ അവൾ അകത്തേക്ക് പോയി അപ്പനെ അറിയിച്ചു. അത് കേട്ട അപ്പന്റെ മുഖത്തുണ്ടായ ഞെട്ടൽ അവൾ വ്യക്തമായി കണ്ടു. പീലിക്കുഞ്ഞെവിടെ? മുകളിലെ റൂമിലുണ്ട്. അവൻ പുറത്തേക്ക് വരാതെ നോക്കണം. ജെസ്സി തലയാട്ടി. റോസമ്മയുടെ മുഖത്തെ ഭയം കണ്ടില്ലെന്ന് നടിച്ച് വിൻസെന്റ് പുറത്തേക്ക് വന്നു. എന്തു വേണം? നിങ്ങളുടെ വളർത്തുമകനെ. ഫിലിപ്പ് എന്ന് നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന നിങ്ങളുടെ വളർത്തുമകനെ. യാതൊരു മുഖവരിയും കൂടാതെ അവൾ പറഞ്ഞു. ഒരു നിമിഷത്തേക്ക് അയാളുടെ ശ്വാസം നിലച്ചു. താൻ മാത്രം അറിയുന്ന ആ മഹാരഹസ്യം ഇതാ പുറത്തായിരിക്കുന്നു. എങ്ങനെ? ആരാണിവൾ? 1000 ചോദ്യങ്ങളെ ഒരു നിമിഷം കൊണ്ടടക്കി അയാൾ പൊട്ടിച്ചിരിച്ചു. വിൻസെന്റ് മെക്കാനയ്ക്ക് വളർത്തുമക്കളില്ല. എന്റെ പെണ്ണുമ്പിള്ള റോസമ്മ പ്രസവിച്ച ഈ വിൻസെന്റിന്റെ മക്കൾ മാത്രമേ ഇവിടെയുള്ളൂ. തന്റെ മുഖത്ത് പതിക്കുന്ന അവളുടെ മൂർച്ചയുള്ള നോട്ടം തന്റെ ഹൃദയത്തെ കുത്തിത്തുളച്ച് രഹസ്യങ്ങളെല്ലാം വലിച്ചു പുറത്തിടുമോ എന്ന് അയാൾ ഭയന്നു. പതിയെ അവളുടെ മുഖത്ത് ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. ഞാൻ അവനെ കൊണ്ടുപോകാൻ വന്നതാണ്. കൊണ്ടുപോവുക തന്നെ ചെയ്യും.
അവൾ അയാളെ കടന്ന് അകത്തേക്ക് കയറി. വിൻസെന്റ് ഭയത്തോടെ അവളുടെ പിറകെ ചെന്നു. അപ്പോഴേക്കും ജെക്കുവും ഫിന്നിയും അവിടേക്ക് എത്തി. അവളെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്താടി നിനക്ക് വേണ്ടത്? അത് നിന്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, അവൾ പരിഹാസത്തോടെ പറഞ്ഞു. തന്റെ അപ്പനെ അവൾ കളിയാക്കിയതാണെന്ന് തോന്നിയ നിമിഷം ഫിന്നി അവളുടെ അടുത്തേക്ക് ചെന്നു. ഫിലിപ്പിന്റെ മുഖം ഒരു നിമിഷം അവന്റെ മുന്നിൽ മിന്നിമാഞ്ഞു. അവന്റെ കൈ അവളുടെ നേരെ ചെന്നു. ആ കവിളിൽ പതിക്കുന്നതിനും സെക്കൻഡുകൾക്ക് ഇപ്പുറം ഒരു കരുത്തുറ്റ കൈത്തലം അവന് തടഞ്ഞു. ഫിന്നിയുടെ കൈ തടഞ്ഞ് ഫിലിപ്പ്. മഹാദേവന് മാത്രം അവകാശപ്പെട്ട തന്റെ സതിയെ സംരക്ഷിക്കാതിരിക്കാൻ അവന് കഴിയില്ല എന്ന സത്യം അവന് പോലും അപ്പോൾ അറിയില്ലായിരുന്നു.